ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലുള്ള സമയം നമ്മളിൽ ഭൂരിഭാഗം ആളുകളും വളരെ അശ്രദ്ധമായി പോകുന്ന ഒരു ടൈമാണ്, ഒരു സമയമാണ്. ആ സമയത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ നമ്മളിൽ പല ആളുകളും അറിയാതെ ചെയ്യുന്ന 5 തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, ഇതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ കുട്ടികളെ പുറത്തേക്കിറക്കാൻ പാടില്ല എന്ന് പഴയ കാലത്തുള്ള ഉമ്മമാരും ഉപ്പമാരൊക്കെ പറയും. അതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് തന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ നമ്മുടെ ഉമ്മമാരും ഉപ്പമാരൊക്കെ ഒരുപാട് ടിവിയുടെയും സീരിയലിൻ്റെയും മൊബൈൽ ഫോണിൻ്റെ അഡിക്റ്റ്, അതുപോലെ കോമഡി പരിപാടികൾ, പെൺമക്കളാണെങ്കിൽ വ്ളോഗ് കാണുന്നു. ഇതൊന്നും കാണണ്ട എന്ന് പറഞ്ഞാലും നമ്മളിൽ പല ആളുകളും കാണും. കാരണം നമ്മളിൽ പല ആളുകളും ഇതിന് അഡിക്റ്റാണ്. പക്ഷേ പറയുന്നത് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലുള്ള ടൈം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മനഃപൂർവ്വം മാറ്റി വെക്കേണ്ട ടൈമാണ്. കാരണം ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലുള്ള സമയത്തിൻ്റെ ശ്രേഷ്ഠത അതിപ്രധാനമാണ്. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലുള്ള സമയത്തിൻ്റെ പ്രത്യേകത ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് പരിശോധിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാ പ്രദാനം ചെയ്യട്ടെ. ആരെല്ലാം നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകളായി ദുആ വസിയ്യത്ത് പറയുന്നുണ്ടോ, അല്ലാഹു അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്, നമുക്കറിയാം അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് വീട് എന്നുള്ളത്. വീട് എന്ന് പറഞ്ഞാൽ പല രൂപത്തിലാണ്. സ്വന്തമായി നല്ലൊരു വീടുണ്ടാകും, ചിലപ്പോൾ വാടകയ്ക്ക് കഴിയുന്നവരുണ്ടാകും. പേടിയില്ലാതെ എവിടെ കിടന്നുറങ്ങാൻ പറ്റുന്നോ അതിനാണ് വീട് എന്ന് പറയുക എന്ന് ചില ആധുനിക ചിന്തകന്മാർ പറയുന്നുണ്ട്. പേടിയില്ലാതെ ഭയമില്ലാതെ എവിടെ കിടന്നുറങ്ങാൻ സാധിക്കുന്നോ അതാണ് അവൻ്റെ വീട്. അപ്പോൾ ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ കൊടുക്കുന്ന 4 അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് അവൻ്റെ വീട് എന്നുള്ളത്. എങ്ങനത്തെ വീട്? സ്വസ്ഥമായി അവനിക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന വീട്. ഇവിടെ നമ്മുടെ ചർച്ച എന്നുള്ളത്, നമ്മുടെ ഇന്നത്തെ വിഷയം, ഒരു വീട്ടിൽ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ, ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ നമ്മളിൽ പല ആളുകളും അറിയാതെ ചെയ്യുന്ന 5 തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, ഇതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള വീടിൽ അത് നമുക്ക് അനുഗ്രഹമാണ്. അത് നമ്മൾ എത്ര ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടോ, എത്രയധികം സ്വലാത്തുകൾ ദിക്റുകൾ പറയുന്നുണ്ടോ, അതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്തും കാവലും കിട്ടുമെന്നാണ്. എത്രമാത്രം അള്ളാഹുവിൽ നിന്നും നമ്മളും നമ്മുടെ വീടും അകലുന്നുവോ അതിനനുസരിച്ച് പിശാചിൻ്റെ നിയന്ത്രണത്തിലായി മാറുമെന്നാണ് ആ വീട്. ചില വീടുകളുണ്ട്, അവിടെ വീട്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ ആ ഗൃഹനാഥനെ അല്ലെങ്കിൽ വീട്ടിലുള്ള ആ കടക്കുന്ന ആൾക്ക് വലിയ പ്രയാസമുണ്ടാകും, രോഗങ്ങളുണ്ടാകും. ചില സഹോദരിമാർ അവർ വിവാഹം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ, ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കടന്നാൽ അവർക്ക് തലവേദന, അവർക്ക് പനിയും, പല അസ്വസ്ഥതകളാണ്. കാരണം അതങ്ങനെ ഉണ്ടാവാം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ഒരുപാട് പിശാചുക്കളെ, ശൈത്വാന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട്. ശൈത്താന്മാർ മനുഷ്യൻ്റെ നമ്മുടെയൊക്കെ ശരീരത്തിലൂടെയും നമ്മൾ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയും അതല്ലാത്ത സ്ഥലത്തും സഞ്ചരിക്കുന്ന ആളുകളാണ് പിശാചുക്കളെന്നാണ്. ഈ പിശാച് ഏറ്റവും കൂടുതൽ ഭൂമിയിലൂടെ കറങ്ങി നടക്കുന്ന സമയം ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലാണ്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യങ്ങൾ. എന്നാൽ ഇത് പല ആളുകളും ആവർത്തിച്ച് നമ്മുടെ വീട്ടിൽ ഈ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നമ്മൾ മഗ്‌രിബ് നമസ്കാരം നഷ്ടപ്പെടുത്താൻ പാടില്ല. വീട്ടിൽ ഐശ്വര്യക്കേടുണ്ടാവുക, വീട്ടിൽ ബറക്കത്തില്ലായ്മയുണ്ടാവുക,
അല്ലെങ്കിൽ വീട്ടിലുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ മാറാതിരിക്കുക, ഇതിന് ഏറ്റവും വലിയ കാരണം ഇശാ നിസ്കാരവും മഗ്രിബ് നിസ്കാരവും നിസ്കരിക്കാതെ കിടന്നുറങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാൽ അള്ളാഹുവിൻ്റെ വലിയ പരീക്ഷണങ്ങൾ ആ വീട്ടിലേക്ക് വരും. ശൈത്വാന്റെ നിയന്ത്രണത്തിലായി ആ വീട് മാറുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അപ്പോൾ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇശാ നിസ്കാരവും മഗ്രിബ് നമസ്കാരവും കൃത്യമായി തന്നെ സമയത്ത് തന്നെ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉമ്മമാർ വീട്ടിൽ തന്നെ നിങ്ങളുടെ പായ വിരിച്ച് നല്ല രൂപത്തിൽ നല്ല ഇഖ്ലാസോടുകൂടി നിസ്കരിച്ച് ദുആ ചെയ്യുക. വാപ്പമാര് ഫർള് നിസ്കാരം പള്ളിയിൽ പോയി, പറ്റുമെങ്കിൽ സുന്നത്ത് വീട്ടിൽ നിസ്കരിക്കലാണ് ഏറ്റവും ഖൈർ. അപ്പം നിസ്കാരം നമ്മൾ മറക്കാൻ, ഇശാ മഗ്രിബ് മാത്രമല്ല ഒരു നിസ്കാരവും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ വിഷയം ഇശാ മഗ്രിബിൻ്റെ ഇടയിലുള്ള ആ ഒരു സമയമായതുകൊണ്ട് ഇശാ നിസ്കാരവും മഗ്രിബ് നിസ്കാരവും കൃത്യമായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ ചെറിയ മക്കളുണ്ടാകും, നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മളുടെ മക്കളുടെ മക്കൾ, പേരക്കുട്ടികൾ. പഴയ കാലത്തുള്ള ഉമ്മമാരൊക്കെ പറയും നമ്മുടെ മക്കളുടെ മക്കൾക്ക് പേരക്കുട്ടികളെന്ന് പറയും. ആ പേരക്കുട്ടിയുടെ കുട്ടിക്ക് പാട്ടക്കിടാവെന്നോ ആ പാട്ടക്കിടാവിൻ്റെ കുട്ടിക്ക് കൂട്ടക്കിടാവെന്നോ, അങ്ങനെ പല പല പേരുകളുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ചെറിയ ചെറിയ മക്കളുണ്ടാകും. ഈ ചെറിയ മക്കളെ ഒരു കാരണവശാലും ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഒരു 3/4 മണിക്കൂറൊക്കെ ഉണ്ടാവും കൂടിയപ്പോയാൽ, ആ ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ വീടിൻ്റെ പുറത്തേക്ക് വിടരുത് എന്നാണ്. അപ്പോൾ ആ സമയത്തായിരിക്കും നമ്മുടെ മക്കൾക്ക് കൂടുതലായും പുറത്തേക്ക് ഇറങ്ങാൻ, കാരണം ഇരുട്ടാണ്, അവിടെ ഇവിടെയൊക്കെ ലൈറ്റും വെളിച്ചമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ മക്കൾ കൂടുതലും സമയവും പുറത്തേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ആ സമയത്തായിരിക്കും, ആ ടൈമിലായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ചെറിയ മക്കളെ ആ സമയത്ത് മഗ്രിബ് ബാങ്ക് വിളിച്ച് ഇശാ ബാങ്ക് വിളിക്കുന്നതിൻ്റെ ആ ഇടയിലുള്ള ടൈമിൽ ഒരിക്കലും പുറത്തേക്ക് വിടാൻ പാടില്ല. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഹദീസിലൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഷർറു ഷൈത്വാൻ, ഷൈത്വാൻ്റെ ഷർറ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സമയമാണത്. അതുകൊണ്ട് മക്കളെ പുറത്തേക്ക് ഇറക്കരുത്. നമ്മൾ ആണുങ്ങളും പെണ്ണുങ്ങളുമൊക്കെ ആ സമയത്ത് വീടിൻ്റെ ഉള്ളിലിരിക്കണമെന്നാണ് ഇശാ മഗ്രിബിൻ്റെ ഇടയിലുള്ള സമയം. കാരണം ഭൂമിയിലൂടെ ഒരുപാട് ശൈത്വാന്മാർ കറങ്ങി നടക്കുന്ന സമയമാണ്. ഇത് ദീനിയായ കാര്യമാണ്. നമുക്ക് നമ്മുടെ ജീവിത മഈശത്തുമായി ബന്ധപ്പെട്ട്, ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട്, ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. പക്ഷെ നമ്മൾ ഇറങ്ങുന്നതിനേക്കാൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത് നമ്മുടെ മക്കൾ, ചെറിയ മക്കളെ ഒരു കാരണവശാലും പുറത്തേക്ക് ഇറക്കാൻ പാടില്ല. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, ഈ കാലത്തും ഇങ്ങനെയൊക്കെ ഉണ്ടോ ഉസ്താദെ, പിശാച്, ശൈത്താൻ അതൊക്കെ ഉണ്ടോ? ഇതെല്ലാ കാലത്തും ഉള്ളതാണ്, ഇതെല്ലാ കാലത്തും ഉള്ളതാണ്. അള്ളാഹു എന്നാണോ ലോകത്ത് സൃഷ്ടിച്ചത് അന്ന് മുതലേ ശൈത്വാനും ഇബ്ലീസും പിശാചും എല്ലാം ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അതിൻ്റെ ഷർറുകളും എല്ലാ കാലത്തും ഉണ്ട്. അതൊക്കെ നമ്മൾ പല രൂപത്തിലും കാണുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ വളർത്തു മൃഗങ്ങളുണ്ടാകും, ആടുണ്ടാകും, പശു ഉണ്ടാകും, കോഴി ഉണ്ടാകും. ഇങ്ങനെ ഈ വളർത്തു മൃഗങ്ങൾ, അവകളെ മഗ്രിബിന് മുമ്പ് തന്നെ എവിടെയാണോ അവരുടെ സ്ഥാനം അവിടേക്ക് കൊണ്ടുപോകണമെന്നാണ്. ഇപ്പോൾ തൊഴുത്തുണ്ടാകും, കൂടുണ്ടാകും, അങ്ങോട്ട് കൊണ്ടുപോകണം. ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ അവയെയും പുറത്തേക്ക് ഇറക്കാൻ പാടില്ല. ചില ആടുകൾക്ക്, പശുക്കൾക്കൊക്കെ പെട്ടെന്ന് പേ പിടിക്കും, ഒരു വിളറിച്ച കാണിക്കും, പെട്ടെന്ന് ഒരു എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും ചാടലൊക്കെ. അതൊക്കെ ഈ ശൈത്വാൻ്റെ ഷർറിൽ നിന്ന് ഒരു പക്ഷേ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ അവയെ വെറുതെ കയറൂരി വിട്ട് നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടും ഇങ്ങനെ നടക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിശാച് കൂടുതൽ വ്യാപിക്കുന്ന സമയം ആ ടൈമാണ്. നാലാമത്തേത്, നമ്മുടെ വീടിൻ്റെ വാതിൽ ഇശാ മഗ്രിബിൻ്റെ സമയത്ത് അടച്ചിടണമെന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 3/4 മണിക്കൂർ കൂടിപ്പോയി 1 മണിക്കൂർ ടൈമുള്ളൂ. ആ 1 മണിക്കൂർ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ശ്രദ്ധിച്ചാൽ വലിയ നന്മകൾ ഉണ്ടാകും, ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലുള്ളതാണ്, നിങ്ങൾ വാതിലുകൾ അടയ്ക്കണമെന്നാണ്. ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ മഗ്രിബ് ബാങ്ക് വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വാതിലടക്കണം. വാതിലടച്ചാൽ ഒരു നന്മയും കൂടി ഉള്ളത്, കൊതുക് അത്തേക്ക് കയറിയില്ല. വാതിലും ജനലൊക്കെ അടക്കണം. അടക്കുന്ന സമയത്ത് എന്ത് പറയണം? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയണം. എന്താ പറയേണ്ടത്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, വലാ ഹൗല എന്നും പറയാം, അല്ലെങ്കിൽ ലാ ഹൗല എന്നും പറയും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ മാത്രമല്ല, ഏത് സമയത്ത് നമ്മുടെ വാതിലും ജനലൊക്കെ കുറ്റിയിടുന്ന സമയമുണ്ടോ ആ സമയത്തെല്ലാം എൻ്റെ ഉമ്മമാരും എൻ്റെ ഉപ്പമാരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു ദിക്ർ പറഞ്ഞിട്ട് വേണം നമ്മൾ വാതിലടയ്ക്കാൻ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നോ, അല്ലെങ്കിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നോ പറയാം. അപ്പോൾ ഈ ദിക്ർ മറന്നു പോകരുത്. ഈ ദിക്ർ
എപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാലും, വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയാലും, വീടിൻ്റെ വാതിലുകൾ അടക്കുന്ന സമയത്തും തുറക്കുന്ന സമയത്തൊക്കെ ഈ ദിക്ർ പറയാവുന്നതാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നോ അല്ലെങ്കിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നോ പറയാം. അപ്പോൾ ഈ ദിക്ർ മറന്നു പോകരുത്. അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ദിക്റുകൾ, സ്വലാത്തുകൾ, ഖുർആൻ പാരായണങ്ങൾ, ദുആകൾ ഇതുകൊണ്ട് മുഖരിതമാവണം. ഇന്ന് പല വീടുകളിലും ഇല്ലാതെ പോകുന്നതാണ്. പഴയ ഉമ്മമാരും വല്ലുപ്പമാരൊക്കെ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ചില ഒരുപക്ഷെ യാസീൻ ഓതുന്ന ശബ്ദം കേൾക്കാം, അല്ലെങ്കിൽ ഹദ്ദാദ് ഓതുന്ന ശബ്ദം കേൾക്കാം. പക്ഷേ ഇന്ന് ഭൂരിഭാഗം നമ്മുടെ മക്കളും മരുമക്കളും ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആരെങ്കിലും അവിടെ നിന്ന് ഖുർആൻ ഓതുന്നുണ്ടോ? എല്ലാവരും ഒരുപക്ഷെ രാത്രിക്കുള്ള ഭക്ഷണം റെഡിയാക്കുന്ന തിരക്കിലാവും, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൻ്റെ, അല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യണം, നാളെ കോളേജിൽ പോകണം, അല്ലെങ്കിൽ നാളെ ജോലിക്ക് പോകണം, അതിൻ്റെ തിരക്കിലായിരിക്കും, അതിൻ്റെ ഹോംവർക്ക് ചെയ്യുന്നതിലായിരിക്കും. വിശുദ്ധമായ ഖുർആനൊക്കെ ഒന്ന് എടുത്ത് ഓതുന്ന പതിവ് ഇല്ല എന്നല്ല, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുണ്ടാവാൻ പാടില്ല. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ എന്താണെങ്കിലും, എന്ത് തിരക്കാണെങ്കിലും ഒരു പേജെങ്കിലും ഖുർആൻ നമ്മൾ ഓതിയില്ലെങ്കിൽ നമ്മുടെ മക്കളെ കൊണ്ടെങ്കിലും ഒന്ന് ഓദിക്കണം. നമ്മുടെ മക്കളെ കൊണ്ടെങ്കിലും ഓദിക്കണം. സൂറത്തുൽ യാസീൻ നമുക്ക് ഓതാം, സൂറത്തുൽ വാക്കിയ ഓതാം, അതുപോലെ സൂറത്തു ദഹറുണ്ട്, സൂറത്തു ദുഖാനുണ്ട്, അതുപോലെ സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ മുസമ്മിൽ ഓതൽ ഏറ്റവും ഖൈറാൻ. സൂറത്തുൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുസമ്മിൽ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുസമ്മിൽ ഒരു മനുഷ്യൻ വീട്ടിൽ ഓതിയാൽ അള്ളാഹുവിൻ്റെ വലിയ കാവലുണ്ടാകുമെന്നാണ്. യാ അയ്യുഹൽ മുസമ്മിൽ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു 1.5 പേജ് ഏകദേശം ഉണ്ടാകും. ആ ഒരു സൂറത്ത് ഓതിയാൽ വലിയ കാവലുണ്ടാകുമെന്ന് സൂറത്തുൽ മുസമ്മിൽ. അതുപോലെ സൂറത്തുൽ അല, ഓഷിയ, അങ്ങനെ ഒരുപാട്, ലൗ അൻസൽനാ അറിയാം, അതുപോലെ ആയത്തുൽ കുർസി, ആമന റസൂലു, അതുപോലെ ലഖദ് ജാഅക്കും, സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനത്തെ 2 ആയത്തുകൾ. ഇതൊക്കെ ഇങ്ങനെ ഓതുകയും ദുആ ചെയ്യുകയും ചെയ്യേണ്ട, ഹദ്ദാദ് പതിവാക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഹദ്ദാദ് പതിവാക്കാം. അതുപോലെ ദിക്റുകൾ, സ്വലാത്തുകൾ ചൊല്ലുന്നവർക്ക് അത് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റിയ ഒരു ബറക്കത്തുള്ള ടൈമാണ് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലുള്ള ടൈം. അതൊരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. അത് വീട്ടിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഏറ്റവും ഖൈറാൻ. കുറഞ്ഞത് ആ വീട്ടിലുള്ള ഒരാളെങ്കിലും അത് ചെയ്തില്ലെങ്കിൽ വലിയ അദാബുകൾ ഒരുപക്ഷെ ആ വീട്ടിലേക്ക് വന്നേക്കാം. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലുള്ള ടൈം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ TV ചാനലുകളിൽ റേറ്റ് കൂടുന്ന ടൈമാണ്. പ്രൈം ടൈം എന്നാണ് ഇതിനെപ്പറ്റി പറയാറ്. ഒരുപാട് സീരിയലുകളുള്ള ടൈം, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ, അതുപോലെ ആളുകൾ ആരും ഉറങ്ങാതെ എല്ലാവരും TV-യുടെ മുന്നിൽ, അതുപോലെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ കാത്തുകുത്തിയിരിക്കുന്ന ടൈം. ഇപ്പോൾ നമ്മുടെ കൊച്ചുമക്കളൊക്കെ ആണെങ്കിൽ ഓൺലൈൻ ക്ലാസ് ഉണ്ടാകും, അതല്ലാതെ മൊബൈലിൽ ഇങ്ങനെ കാർട്ടൂൺ കണ്ടും അതുപോലത്തെ വീഡിയോസുകളൊക്കെ കണ്ടിരിക്കുന്ന ഒരു ടൈം. അങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു സുഖം, ഒരു റാഹത്തായിട്ടിരിക്കാൻ പറ്റിയ ഒരു ടൈം. കാരണം ആ പിശാച് ഇങ്ങനെ വന്ന് ഒരു രസവും ഒരു സുഖവും നമുക്ക് ഇട്ട് തരുകയാണ്. അതാണ് ആ മഗ്‌രിബിൻ്റെ ടൈം. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞൊക്കെ ഇങ്ങനെ മൊബൈലുമായിട്ടിരിക്കുമ്പോൾ നല്ലൊരു സുഖം തോന്നുന്നത്, ഒരു ടൈം പോകുന്നത് തന്നെ നമുക്കറിയില്ല. അതെന്താണ്? പിശാചിൻ്റെ ഇടപെടലാണ്. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് പകുതി നന്നായാൽ, നമ്മളൊന്ന് പകുതി ശ്രദ്ധിച്ചാൽ നമ്മുടെ മക്കളും ശ്രദ്ധിക്കും. നമ്മളും മഗ്‌രിബ് നിസ്കരിച്ച് ആ നിസ്കാര കുപ്പായത്തോടു കൂടെയാണ് പല ഉമ്മമാരും വന്ന് എവിടെ ഇരിക്കുന്നത്, തസ്ബീഹ്മാലയും പിടിച്ചുകൊണ്ടാണ് എവിടെ ഇരിക്കുന്നത്, TV-യുടെ മുന്നിലിരിക്കുന്നത്. ഒരു കയ്യിൽ തസ്ബീഹ്മാല ഉണ്ടാകും, മറ്റേ കയ്യിൽ റിമോട്ട് ഉണ്ടാകും. ഓരോ ചാനലും മാറ്റി മാറ്റി വെക്കുകയാണ്. ഒരു ചാനലിൽ പരസ്യം വരുമ്പോൾ അടുത്ത ചാനലിൽ പരസ്യമില്ലാത്ത ചാനൽ വെക്കുന്നു, വീണ്ടും അടുത്തയിലേക്ക് തിരിച്ചു വരുന്നു. ഇങ്ങനെ മാറി 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 ആ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലുള്ള ആ മഗ്‌രിബ് നിസ്കാരം വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്ന, പിന്നെ ഇശാ നിസ്കരിക്കാൻ കൈ കെട്ടുമ്പോൾ പിന്നെ അതായിരിക്കും ചിന്ത. ആ നാളെ എന്തായിരിക്കും അതിൻ്റെ പരമ്പര, ഭർത്താവ് ഭാര്യയെ അടിക്കുമോ, അല്ലെങ്കിൽ അമ്മായിയമ്മ മരുമോളെ തല്ലുമോ, അങ്ങനെയൊക്കെ ചിന്തയാൻ ഇശാ നിസ്കാരം. പിന്നെ കിടന്നുറങ്ങുന്നു, പിന്നെ സുബഹിക്കും അത് തന്നെയാ ചിന്ത. പിന്നെ അതായത് ആ ദിവസം മുഴുവനും, ശേഷമുള്ള സമയം മുഴുവനും നഷ്ടപ്പെടുത്തി കളയുന്ന വലിയ മോശപ്പെട്ട ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന, വലിയ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ടൈമാണ് ഇശാ മഗ്‌രിബിൻ്റെ ഉള്ള ടൈം. അതുകൊണ്ട് അതൊക്കെ മനഃപൂർവ്വം മാറ്റി വെച്ചിട്ട് നമ്മുടെ മക്കളെ കൊണ്ടും നമ്മൾ ഖുർആൻ ഓതുമ്പോൾ തന്നെ അത് കണ്ടിട്ട് നമ്മുടെ മക്കൾ അവിടെ വന്നിരിക്കും. അങ്ങനെ ഇരിക്കണം, അങ്ങനെ ആവണം നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം. ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾ പറയും, ഉസ്താദേ ഞങ്ങളുടെ വീട്ടിൽ കേബിൾ TV ഇല്ല, അതൊക്കെ ഞങ്ങൾ പണ്ടേ കേബിൾ ഒക്കെ എടുത്ത് കളഞ്ഞതാണ്. ഇപ്പോൾ കേബിൾ TV തന്നെ വേണമെന്നില്ലല്ലോ. ഇപ്പോൾ നമ്മുടെയൊക്കെ കയ്യിലുള്ള മൊബൈൽ, അതിലിപ്പോൾ TV-യിൽ കിട്ടാത്തതും കിട്ടും. നമ്മുടെ TV-യിൽ ഒരു പക്ഷേ ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. അതൊക്കെ കിട്ടുന്ന നമ്മുടെ കയ്യിലൊതുങ്ങുന്ന, ഇന്ന് നമ്മുടെ വീട്ടിൽ, എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ ഭാര്യയ്ക്കുണ്ട്, എൻ്റെ മക്കൾക്കുണ്ട്, എൻ്റെ വാപ്പക്ക് ഫോണുണ്ട്, എല്ലാവർക്കും ഫോണുണ്ട്. ഇതുപോലെ എല്ലാ വീടുകളിലുമുണ്ട്. അപ്പോൾ എല്ലാവരും ഓരോ മൂലയിലിരുന്ന് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക. ഫേസ്ബുക്ക് കഴിഞ്ഞാൽ പിന്നെ വാട്സപ്പാണ്, വാട്സപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റഗ്രാമാണ്, അത് കഴിഞ്ഞാൽ വീണ്ടും ഫേസ്ബുക്കിലേക്ക് വരുന്നു. ഇങ്ങനെ മാറി മാറി ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലുള്ള ടൈം ഇങ്ങനെ വെറുതെ കൊന്നുകളയുന്നു. ആ ടൈമിനെ കൊല്ലുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ മാറുകയാണ്. അങ്ങനെ ഒരിക്കലും മാറാൻ പാടില്ല. അപ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാനുണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ നോക്കണ്ടെന്ന് പറയുന്നത്, മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് അദ്കാറുണ്ടാകും, മൊബൈലിൽ തന്നെ അദ്കാറുണ്ട്, അതുപോലെ മൊബൈലിൽ തന്നെ ഖുർആൻ ഉണ്ടാകും. അതൊക്കെ നിങ്ങൾക്ക് നോക്കി ഓതാം. ആ മൊബൈൽ മാറ്റിവെച്ച് യഥാർത്ഥ ഖുർആൻ എടുത്തിട്ട് നോക്കി ഓതാനാണ് ഏറ്റവും ഹൈർ അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലുള്ള ടൈം എന്ന് പറഞ്ഞാൽ ദുന്യവിയായി നമ്മുടെ ഇബാദത്തെ അള്ളാഹുവിനെ തൊട്ട് തിരിച്ചു കളയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം മാറി നിൽക്കേണ്ട ഒരു ടൈമാണ് ഇശാ മഗ്‌രിബിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ വലിയ 5-6 മണിക്കൂറൊന്നുമില്ല. കൂടിപ്പോയാൽ ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ, 1 മണിക്കൂറേ ഉള്ളൂ. അത് പ്രത്യേകം നമ്മൾ കെയർ ചെയ്യുക, പ്രത്യേകം നമ്മൾ സൂക്ഷിക്കുക. അതുപോലെ കുട്ടികൾക്ക്, ഇപ്പോൾ ഞാൻ കാണുന്നില്ല ഉസ്താദെ, മക്കളെയും കാണിക്കാതിരിക്കുക. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലുള്ള ടൈമിൽ മക്കൾക്കും ആ ഫോൺ കൊടുക്കാതെ മക്കളെയും ആ മൊബൈലിൽ നിന്ന് പിന്മാറ്റിയിട്ട് ആ ഒരു സമയത്ത് മക്കളെ കൊണ്ട് ഇബാദത്ത് ദിക്ർ ചൊല്ലിക്കാനും, അതുപോലെ സ്വലാത്ത്, ഒരു 10 സ്വലാത്ത് ചൊല്ലിയിട്ട് വന്നേ, അല്ലെങ്കിൽ ഒരു 100 സ്വലാത്ത് ചൊല്ലിക്കേ, ആരാണ് ആദ്യം ചൊല്ലുന്നതെന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് 2 മക്കളെ കൊണ്ട്, അല്ലെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ ദിക്ർ പറയുന്നത് നോക്കട്ടെ, ഏറ്റവും കൂടുതൽ ദിക്ർ പറയുന്ന കുട്ടിക്ക് ഒരു സമ്മാനം, ഒരു പേനയോ ഒരു പെൻസിലോ, അങ്ങനെയൊക്കെ മക്കളെ നന്മയിൽ മുന്നേറിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൈമാണ് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലുള്ള ടൈം. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഹോംവർക്ക് ചെയ്യാനുണ്ടാകും. ആ ഹോംവർക്കൊക്കെ ചെയ്യുന്നത് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലാണ്. ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. പിന്നെ ട്യൂഷന് പോകുന്ന മക്കളുണ്ടാകും, അപ്പോൾ അവരൊക്കെ അത് ചെയ്യട്ടെ, കാരണം അത് പഠിക്കുന്ന കാര്യമാണ്. പക്ഷെ പഠിക്കുന്ന കാര്യമാണെങ്കിൽ പോലും അവരെ മഗ്‌രിബ് നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിപ്പിക്കണം. 3 സ്വലാത്തെങ്കിലും പറയിപ്പിച്ചിട്ടേ ആ പുസ്തകം എടുക്കാവൂ. അല്ലെങ്കിൽ ട്യൂഷന് പോകുമ്പോൾ മോളെ ഒരു 3 സ്വലാത്ത് പറഞ്ഞിട്ട് പോകും. അപ്പോൾ അവരുടെ മനസ്സിലുണ്ടാകും, എത്ര തിരക്കാണെങ്കിലും സ്വലാത്ത് പറയണം, അല്ലെങ്കിൽ ദിക്ർ പറയണം, അല്ലെങ്കിൽ നിസ്കരിക്കണം എന്നുള്ള അതൊരു നിർബന്ധമാണല്ലേ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് വന്ന് അവരും നമ്മെപ്പോലെ അല്ലെങ്കിൽ നമ്മേക്കാൾ ഉയർന്ന തരത്തിൽ ദീനിയായി ചിന്തിക്കുവാനും വളരുവാനും അത് വലിയ പ്രചോദനമാകും. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരും ഉപ്പമാരും ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലുള്ള ആ സമയം നമ്മളും പ്രയോജനപ്പെടുത്തണം. നമ്മളെ മക്കളെ കൊണ്ട് അത് പ്രചോദനം കൊടുക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ 5 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു വീട്ടിൽ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ ജോലികളിൽ, നമ്മുടെ വാഹനങ്ങളിൽ, നമ്മുടെ എല്ലാ ഇടപെടലുകളിലും അല്ലാഹു തആല എല്ലാവിധത്തിലുള്ള ഖൈറുകളും എല്ലാവിധ ബറക്കത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ തരത്തിലുള്ള ശൈത്വാന്റെ ഷർറിനെ തൊട്ടും അല്ലാഹു കാവൽ നൽകുമാറാവട്ടെ. മാരകമായ അസുഖങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും കാക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു തആല സ്വാലിഹീങ്ങളാക്കുമാറാവട്ടെ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും വിവാഹം കഴിഞ്ഞിട്ട് 17 വർഷമായി മക്കളില്ലാതെ ദുആ ചെയ്യാൻ പറഞ്ഞൊരു സഹോദരനുണ്ട്. അല്ലാഹു തആല അദ്ദേഹം ഉൾപ്പെടെ ആരെല്ലാം നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് പറഞ്ഞിട്ടുണ്ടോ, മക്കളില്ലാതെ വിഷമിക്കുന്നുണ്ടോ, ഖൈറായ സമയത്ത് അല്ലാഹു ഖൈറായ മക്കളെ അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉള്ള മക്കൾക്ക് അല്ലാഹു തആല നല്ല ബുദ്ധിയും ബോധവും നല്ല ഈമാനും ഇഖ്ലാസും തഖ്വയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വയസ്സാകുന്ന സമയത്ത് നമ്മളെ പൊന്നുപോലെ നോക്കുന്ന നല്ല മക്കളാക്കി അല്ലാഹു നമ്മുടെ മക്കളെ മാറ്റുമാറാവട്ടെ. മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആരൊക്കെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ വീട്ടിൽ എല്ലാവിധ ബറക്കത്തും അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.